തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കം പാളി. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ സാറ് പറയുകയും ചെയ്തിരുന്നു ഇതിനു പിന്നിൽ എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പക്ഷെ അതിൽ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ CPM BJP ബന്ധം ആരോപിക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ ഉപരി പാർട്ടിയിലെ തന്നെ പാളയത്തിലെ പോരല്ലേ. കാരണം ആദ്യം ശിവൻകുട്ടി പറയുന്നു ഇവർക്കെതിരായിട്ടുള്ള എല്ലാ കാര്യത്തിനും സഹകരണം ഉണ്ടാകുമെന്ന്. എന്നാൽ ജോയി വന്നിട്ട് അതിനെ തിരുത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറെ ആളുകളുടെ അംഗത്വം റദ്ദാക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നു, ഒരു കൗൺസിലർ ജയിലിൽ കിടക്കുന്നു കാപ്പ പ്രകാരം. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന് UDF തീരുമാനിക്കും. UDF നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് അറിയിക്കും. അങ്ങനെ അറിയിച്ചു. ശിവൻകുട്ടി പറയുന്നു ഈ കൗൺസിലിനെതിരായി, അല്ലെങ്കിൽ ഈ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഭരണസമിതിക്കെതിരായി ഏത് നീക്കത്തിനും ഞങ്ങൾ പിന്തുണയുണ്ടാവും എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്തെ സമന്വയ നേതാവുമായ ശിവൻകുട്ടി പറയുന്നു. ശിവൻകുട്ടി മുൻ മേയറും കൂടിയായിരുന്നു. അപ്പൊ നഗരസഭയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ശിവൻകുട്ടിയാണ് പൊതുവെ. അപ്പൊ തീർച്ചയായിട്ടും UDFന് അത് നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്. UDFും LDFും ചേർന്നാൽ പോലും 50% ആവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിലേതെങ്കിലും ആളുകൾ കാലുമാറോ കൂറുമാറോ എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും, കാരണം 50% ഇല്ലെങ്കിൽ മറ്റ് അവിശ്വാസ പ്രമേയം പോലെയല്ല. 50% അംഗങ്ങൾ ഹാജരില്ലെങ്കിൽ, 51% അംഗങ്ങൾ ഹാജരില്ലെങ്കിൽ സഭ കൂടില്ല. അപ്പോ BJP അംഗങ്ങൾ വിട്ടു നിന്നാൽ ഇത് കൗൺസിൽ കൂടാൻ പറ്റില്ല. അപ്പൊ BJPയുടെ ധൈര്യം അതാണ്, അവരാരും വരാതിരിക്കുക, അപ്പൊ അവിശ്വാസ പ്രമേയം ഉണ്ടാവില്ല. പക്ഷേ സംഭവിച്ചത് ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങനെ വന്നെങ്കിലോ എന്ന ഒരു ഭയവും BJPക്ക് ഉണ്ട്. കാരണം BJPക്കകത്ത് തന്നെയുള്ള കൗൺസിലർമാർ പലരും ഇവിടെ BJPയുടെ ആഭ്യന്തര ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കണക്കാക്കിയാണ് UDF രാഷ്ട്രീയമായ ഒരു ഇത് കൊടുത്തത്. അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷേ ശിവൻകുട്ടി എല്ലാം പിന്തുണയും വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നെ നമ്മൾ കാണുന്നത് ജില്ലാ സെക്രട്ടറി VS ജോയ് MLA അദ്ദേഹം എന്ന് പറയുന്നു, ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കറിയാം, അവർ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ ആരോപണമാവും തീർച്ചയായിട്ടും. കാരണം BJPക്കെതിരായി യാതൊരു താല്പര്യവും CPMനില്ല, LDFനില്ല എന്ന രൂപത്തിൽ ഒരു വാർത്ത വരും എന്നറിയാം. അത് വന്നാൽ പോലും കുഴപ്പമില്ല, ഇത് ശിവൻകുട്ടിയുടെ ഒരു ഐഡിയ പൊളിക്കണം എന്ന് VS ജോയ് തീരുമാനിക്കുന്നതാണ് പ്രശ്നം. നമുക്കറിയാം, അവിടെ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും അതിന് ശേഷവും CPM തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ആന്തരിക സംഘർഷങ്ങൾ. ഇപ്പൊ ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ ചിലർ ശ്രമിച്ചു എന്ന വാദം CPMനകത്തും CPIയുടെ അകത്തും ഒക്കെ വലിയ വിവാദമായിട്ടുണ്ട്. ചില ആളുകൾ എതിര് ശ്രമിച്ചു. ഈ ശിവൻകുട്ടി തോൽക്കാൻ കാരണം പാർട്ടിയിലെ ചിലരുടെ അനാസ്ഥയാണ് എന്ന അഭിപ്രായം ശിവൻകുട്ടിക്കും ഉണ്ട്. കാരണം അവിടെ ശിവൻകുട്ടിക്കും ആ ഒരു ആശങ്കയുണ്ട്. മാത്രമല്ല, അടുത്ത ജില്ലാ സെക്രട്ടറി ആരാവണം എന്ന ചോദ്യം വന്നപ്പോൾ VS ജോയ് മാറേണ്ടതാണ്. കാരണം അയാൾ MLA ആണ്. MLA എങ്കിലും കഴിഞ്ഞ തവണ തുടർന്നു. ഇത്തവണ വേറൊരാളെ ആക്കാലോ. കാരണം MLA ഒന്നും അല്ലാത്ത കുറെ ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പൊ ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ ശിവൻകുട്ടി അണ്ണനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളെ ജില്ലാ സെക്രട്ടറി ആക്കും. കടകംപള്ളി ഉണ്ട്. അപ്പൊ ഇവർക്ക് പണിയില്ലാണ്ടിരിക്കുക. കടകംപള്ളി MLA അല്ല, ഇതേ MLA VS ജോയ് MLA ആണ് താൻ. അപ്പോൾ അങ്ങനെ ഒരാളെ സെക്രട്ടറി ആക്കും എന്നൊരു തോന്നൽ ഇവർക്കുണ്ടായിരുന്നു. ആ തോന്നൽ ഇപ്പൊ പൊളിച്ചു കളഞ്ഞു VS ജോയ്. മാത്രമല്ല, ഈ ആന്തരിക സംഘർഷം EDക്കെതിരായ ആക്രമണത്തിലും ഒരു പരിധിവരെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. EDക്കെതിരായ ആക്രമണം വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ കയറില്ല പോലീസ് എന്ന് പറഞ്ഞെങ്കിലും പാർട്ടിക്ക് ഒരുപാട് പാർട്ടി പ്രവർത്തകരെ പാർട്ടിക്ക് കീഴടക്കേണ്ടി വന്നു. ഇതിലും ഇവർ തമ്മിൽ വലിയ സംഘർഷമുണ്ട്. കാരണം EDക്കെതിരായ ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ VS ജോയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. EDക്കെതിരായി വന്നത് അതിൽ വേറെ പല ഊഹങ്ങളും ഉണ്ട്. കോടിയേരിയുടെ മകൻ അതിന്റെ ഒരു പ്ലാനിങ്ങിലുണ്ട്, ബിനീഷ് കോടിയേരി ഉണ്ട് എന്നുള്ളൊരു വാദമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് അടുത്ത കാലത്താണല്ലോ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത്, വലിയ വിവാദമായല്ലോ. അപ്പൊ എന്ത് പറ്റി? CPMനകത്തെ ആന്തരിക സംഘർഷം യഥാർത്ഥത്തിൽ CPMന് പുറകോട്ട് പോകേണ്ടി വന്നു. VS ജോയ് ജില്ലാ സെക്രട്ടറിയാണ്. VS ജോയ് പറഞ്ഞു, ശിവൻകുട്ടി പറഞ്ഞു, ഒന്നും നടക്കില്ല, ഞങ്ങൾ അങ്ങനെ രാജേഷിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ UDF ഇതിനെ പിന്തുണയ്ക്കില്ല. അതിന് അദ്ദേഹം പറഞ്ഞ വളരെ ലളിതമായൊരു കാരണം, ഞങ്ങളെ അറിയിച്ചില്ല. ഇതിപ്പോ കൊട്ടിക്കൊഴിച്ച് അറിയിക്കേണ്ട കാര്യമല്ല, ശിവൻകുട്ടിയോട് പറഞ്ഞിരുന്നു, ശിവൻകുട്ടി പറഞ്ഞതുമാണ് ഞങ്ങൾ ചെയ്യാന്ന്. അപ്പൊ അറിഞ്ഞില്ല എന്ന വാദത്തിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇത് അങ്ങനെ വാദിക്കേണ്ട കാര്യമല്ല. ഇവിടെ പ്രശ്നം എന്താ? ഇപ്പൊ VS ജോയ് വാദിക്കുന്നത് UDFന് ഇത് വന്നാൽ BJPക്കെതിരായി UDF ആണ് നിൽക്കുന്നതെന്ന് വരും. എന്നാൽ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പോലും. ഞാൻ പറയുന്നത് LDFനും കൊണ്ടുവരാലോ.
വിശ്വാസപ്രമേയം. LDF വിശ്വാസപ്രമേയം കൊണ്ടുവന്നിട്ട് UDF-നോട് പിന്തുണയ്ക്കാൻ ആവശ്യപ്പെടാം, അതും ചെയ്യാം. അപ്പൊ UDF പിന്തുണച്ചാൽ മതിയല്ലോ. അപ്പൊ പ്രശ്നം അതാണ്. അപ്പൊ UDF ഇപ്പൊ VS ജോയി ആരോപിക്കുന്നത് അതിനുള്ള ചാൻസ് കളഞ്ഞു UDF. എന്താ ചാൻസ് കളഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അവിശ്വാസ പ്രമേയം കൊണ്ടുവരും, രണ്ടാൾക്കും കൊണ്ടുവരാം. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം അവതരണ അനുമതി എടുത്ത് മറ്റൊരു പിൻവലിച്ചാൽ ഒരു കുഴപ്പമില്ല. പരസ്പരം പിന്താങ്ങിയാം. അങ്ങനെ കൊണ്ടുവന്നാൽ പിന്താങ്ങില്ല എന്ന് UDF പറഞ്ഞിട്ടുമില്ല. ഏത് വിധേനയും വേണം. ഇന്നിപ്പോ UDF സമരം അവിടെ നടക്കുകയാണ്. UDF-ന്റേതായ സമരങ്ങൾ നടക്കുന്നു, LDF-ന്റെ സമരങ്ങൾ നടക്കുന്നു, ഒക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും പരിക്ക് പറ്റിയ വിഷയത്തിലും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അത് നടത്തണ്ടായിരുന്നു എന്നാണ് VS ജോയി പറയുന്നത്. VS ജോയി അത് അദ്ദേഹത്തിന്റെ വിഭാഗക്കാർ പറയുന്നത് അങ്ങനെ ഒരു പരിപാടി നടത്തണ്ടായിരുന്നു. അതൊക്കെ വലിയ അബദ്ധമായിപ്പോയി. ശരിക്കും അതൊരു അബദ്ധമായിരുന്നില്ല. അല്ല, അബദ്ധമായിരുന്നു ഒരർത്ഥത്തിൽ. അബദ്ധം എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റിയത് അബദ്ധമായിരുന്നു. തടയുന്നത് തെറ്റില്ല. തടയുമ്പോൾ അവരൊന്നിലെ വഴി മാറി പോവും, അല്ലെങ്കിൽ കടന്നു പൊക്കോട്ടെ എന്ന് വെക്കുക. കടന്നുപോയി അവിടെ നിന്നാണ് കേട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അത് അനുവദിക്കാതെ എന്തായാലും ഒരു സത്യപ്രതിജ്ഞ എന്നുള്ള ഉറപ്പാണ്. മേയറകത്ത് കിടന്ന സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പോ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്താനാണ് LDF ശ്രമിച്ചത്. പക്ഷേ അത്ര താല്പര്യം VS ജോയിക്ക് അക്കാര്യത്തിലില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്കെതിരായ ഒരു മുന്നേറ്റം വേണമെന്ന് ജോയി അടക്കമുള്ള വിഭാഗക്കാർ ആഗ്രഹിക്കുന്നില്ല. ശിവൻകുട്ടിക്ക് അതിൽ ആഗ്രഹമുണ്ട്. പക്ഷെ ശിവൻകുട്ടിയുടെ ആഗ്രഹം നടപ്പാക്കാൻ പാർട്ടി തയ്യാറല്ല. ഈ VS ജോയിയുടെ ആ ആഗ്രഹത്തിന് പിന്നിൽ എന്താണ്? ആഗ്രഹത്തിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിയായിട്ടുള്ള പോര് തന്നെ, പാർട്ടിക്കകത്തെ പോര് തന്നെ. അതാണല്ലോ സാധാരണ എല്ലാ പാർട്ടികളിലും സംഭവിക്കുന്നത്. പാർട്ടിയിലെ ഗ്രൂപ്പിസം പാർട്ടിയുടെ രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം നിൽക്കുന്നു. കോൺഗ്രസിലും അതുണ്ടായിട്ടുണ്ട്, CPM-ലും അത് വളരെ പ്രകടമാണ്. ശരിയായ ഒരു രാഷ്ട്രീയം മുമ്പ് യഥാർത്ഥത്തിൽ VS ജോയിക്ക് പറഞ്ഞാൽ മതി, നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. അവിശ്വാസം പരാജയപ്പെടാം, അവിശ്വാസ പ്രമേയമൊക്കെ പരാജയപ്പെടാറുണ്ട്. ഇപ്പൊ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടൊന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്, നിയമസഭയിൽ കൊണ്ടൊന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു തെറ്റില്ല. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രയോഗമാണ്. ആ രാഷ്ട്രീയ പ്രയോഗം നടത്താൻ UDF LDF ഒന്നിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ അപ്പോ രണ്ട് പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ UDF-നെതിരാണ് LDF എന്ന വാദം അല്ലാന്ന് BJP പറയും. അങ്ങനെ ഒരു വാദം ഉണ്ടാവും. BJP പറയും ഇന്ത്യ സഖ്യം ഇവിടെ വന്നു എന്നുള്ളത്. അതൊക്കെ അത് രാഷ്ട്രീയത്തിലുള്ളതാണ്. ഞാൻ പറഞ്ഞ് ഈ ത്രികോണ മത്സരം വരുന്ന എല്ലാ സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ ഉള്ളതാണ്. പക്ഷേ LDF പിന്താങ്ങില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയോടുകൂടി വലിയ തോതിലുള്ള പ്രതിസന്ധി LDF-നകത്തുണ്ട്. കാരണം ഇപ്പോ UDF പറയുന്നത് എന്താ, അവർക്ക് താല്പര്യമില്ല. അവർക്കൊരു താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി കൊടുക്കുന്നില്ല. കാരണം അവരുടെ പിന്തുണ ഇല്ലാതെ അവർക്ക് എന്തായാലും പറ്റില്ല. കാരണം അല്ലെങ്കിൽ 20 അംഗങ്ങളല്ലേ UDF-നുള്ളൂ. ഒരു കോൺഗ്രസ് വിമതനുണ്ട്, അയാൾ എവിടെ നിൽക്കുന്നു പറയാൻ പറ്റില്ല. അയാൾ ഇപ്പൊ BJP-യുടെ കൂടെയാണ്. അയാൾ നാളെ മാറാതിരിക്കുക. ഒരു പക്ഷെ ഭരണം ഇപ്പുറത്താണെന്ന് പറഞ്ഞാൽ അയാൾ മാറിയേക്കാം, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അയാൾ അപ്പുറത്താണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതാ BJP-ക്കെതിരായ ഒരു മുന്നേറ്റത്തിന് പോകുന്നു, LDF ഞങ്ങളുടെ കൂടെ വന്നില്ല എന്ന് പറയാനുള്ള ഒരു ചാൻസായി ഇത് വരികയാണ്. ഇതിൽ അന്തിമമായി കൗൺസിലോ മേയറോ മാറുന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായി ആർക്ക് മേൽക്കൈയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ നടക്കുന്നത്. എല്ലാ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ അതാണ്. അപ്പൊ അങ്ങനെ ഇപ്പം ഒക്കെയുള്ളൂ കേരളത്തിൽ സംഭവിക്കാൻ പോണത്. കേരളത്തിൽ ആരാണ് പ്രതിപക്ഷം? CPM-ഉം LDF-ഉം ആണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് വേണ്ടി വാദത്തിന് പറയാം എണ്ണത്തിൽ. പക്ഷെ BJP 3 അംഗങ്ങളുണ്ട്. നാളെ അവർ ഇത് പറ്റിയാലോ, നാളെ CPM കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ വലിയ ആഘോഷത്തോടുകൂടി വന്ന് BJP-ക്ക് തൽക്കാലം രക്ഷപ്പെടാൻ ആശ്വാസമായി എന്ന് വേണമെങ്കിൽ പറയാം.